നമുക്ക് ഇനി മേയറോട് കൂടി ഒന്ന് ചോദിക്കാം. വി കെ പ്രശാന്തിന്റെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം BJP എന്തായാലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ശ്രീലേഖയും വി കെ പ്രശാന്തും തമ്മിലുള്ള സൗഹൃദത്തിന് പുറത്തുള്ള സംഭാഷണമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് പ്രതികരിച്ചത്. മേയർ ആയിരുന്നെങ്കിൽ ഓഫീസ് കിട്ടിയേനെ എന്ന് പറഞ്ഞതിൽ വസ്തുതയില്ലെന്നും വിഷയം ആളിക്കത്തിക്കേണ്ടതില്ലെന്നും VV രാജേഷ് പറയുന്നു. സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോയെന്നും ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. ഗോപാൽ ശിലാസനൽ എത്തുന്നു നമുക്കപ്പം. ഗുഡ് ഈവനിങ് ഗോപാൽ ശിലാസനൽ. ഇത് ഇത്രയ്ക്ക് ഇഷ്യൂ ആക്കാനുണ്ടോ എന്നല്ലേ മേയർ VV രാജേഷ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം? അതെ സുജയ, അവർ കൂട്ടുകാർ തമ്മിലങ്ങ് ആയിക്കോട്ടെ എന്ന തരത്തിലാണ് ഇപ്പോൾ മേയറും BJPയും ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയുമാണ് ഈ വാർത്ത അറിഞ്ഞതെന്നും അതിനെ സുഹൃത്ത് ബന്ധം എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊന്ന് മാറിത്തരാൻ കഴിയുമോ എന്ന് ചോദിക്കുക മാത്രമാണ് ശ്രീലേഖ ചെയ്തത് എന്നതുമാണ് മേയർ VV രാജേഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അല്ലാതെ അതിന് രാഷ്ട്രീയവൽക്കരിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. മേയർ ആയിരുന്നു എങ്കിൽ ഇത്തരത്തിൽ ഇത് വിട്ടു നൽകേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നൊന്നും ശ്രീലേഖ പറഞ്ഞതായി തനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ശ്രീലേഖയുമായി സംസാരിച്ചു. അപ്പോൾ ശ്രീലേഖ ആവർത്തിച്ചു പറഞ്ഞത് നേരത്തെ തന്നെ പല വർഷങ്ങളായി സൗഹൃദ സംഭാഷണമാണ് ഇരുവരും തമ്മിൽ നടന്നതെന്നാണ് VV രാജേഷ് പറയുന്നത്. പക്ഷേ പാർട്ടി അത് അങ്ങനെയാണോ എടുക്കുന്നത്?